ജീവകാരുണ്യ ദുരന്ത നിവാരണ രംഗത്തെ സജീവ സാന്നിധ്യമായ ടീം റെസ്ക്യൂ ഫോഴ്സ് കേരളയുടെ എക്സലൻസ് അവാർഡ് വിതരണം പ്രൗഢഗംഭീരമായി. ഈരാറ്റുപേട്ട മാർക്കറ്റ് റോഡിലുള്ള ഹാജി പി.കെ. അലിയാർ മെമ്മോറിയൽ മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ ഡിഗ്രി, പി.ജി. കോഴ്സുകൾക്ക് റാങ്കുകൾ നേടിയവരെയും കഴിഞ്ഞ എസ്.എസ്.എൽ.സി, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ+ കരസ്ഥമാക്കിയ പ്രതിഭകളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു. ഈരാറ്റുപേട്ട വാർത്ത, ക്രിട്ടിക്കൽ ടൈം ന്യൂസ് എന്നീ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കും ചടങ്ങിൽ ആദരമർപ്പിച്ചു. പാലാ എം.എൽ.എ. മാണി സി കാപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ടീം റെസ്ക്യൂ പ്രസിഡന്റ് നൌഷാദ് വി.എം. അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സജി ജോസഫ്, ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ, നഗരസഭാ കൌൺസിലർ അൻവർ അലിയാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ.എം.എ. ഖാദർ, ടീം നന്മക്കൂട്ടം പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, ടീം റെസ്ക്യൂ രക്ഷാധികാരി ഡിജോ, ട്രഷറർ മുഹമ്മദ് യാസർ, മനാഫ് കെ.എം. എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ടീം റെസ്ക്യൂ ഫോഴ്സിൽ പുതുതായി അംഗത്വമെടുത്തവർക്കുള്ള യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു. ടീം റെസ്ക്യൂ ഫോഴ്സ് മുഖ്യ രക്ഷാധികാരി പി.എം. അബ്ദുൽ ഖാദർ സ്വാഗതവും സെക്രട്ടറി ആരിഫ് വാഴയിൽ നന്ദിയും പറഞ്ഞു. വ്യാപാരി വ്യവസായി അവാർഡ് ആദിൽ ഷെരീഫിനുള്ള അഷ്മിന ആമിന അഷ്റഫ് ആദരവാണ്. ഫാത്തിമ നസ്രിൻ, ആഫിയ ബഷീർ, ബഹുമാനപ്പെട്ട എം.എൽ.എ. എം.എൽ.എ. ആദരവാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബഷീർ എം.എൽ.എ. നൽകുന്നു. ഇർഫാൻ ജസ്മിൻ, ആമിന അഷ്റഫ്, ബിനോയ്, മൻഹ ആസിഫ്, സുമിന മോഹൻ, മിൻഹ മറിയാസിനുള്ള ആദരവ്. അവിടെ പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റിക്കാരനായതൊക്കെ. ഈ ടീം റെസ്ക്യൂ നടത്തുന്ന സേവനങ്ങൾ ശ്ലാഘനീയമാണ്. എനിക്ക് തന്നെ പലപ്പോഴും ഇപ്പം പറഞ്ഞു, 2 കുട്ടികൾ നമ്മുടെ ഭരണീകാലത്ത് അസിസി കോളേജിൽ പഠിച്ചിരുന്നവർ അവർ വെള്ളത്തിൽ പോയി. അതിൻ്റെ പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്കും നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന നല്ല ഒരു ടീമാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. എവിടെ ദുരന്തം ഉണ്ടായാലും ആ ദുരന്ത മുഖത്ത് സേവന സന്നദ്ധരായി ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നന്മ കൂട്ടങ്ങൾ അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അവരെ പാലായി വിളിച്ചൊന്ന് ആദരിക്കേണ്ടതായിരുന്നു. ആദരിച്ചില്ല എന്നൊരു കുറ്റബോധം എനിക്കുണ്ട്. താമസിയാതെ പരിഹരിച്ചോളാം. ഇവര് ഇന്ന് ഈ കുട്ടികളെയൊക്കെ ആദരിക്കാനുള്ള സന്മനസ് കാണിച്ച് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിലെ ഒരധ്യായം. തോമസ് ആൽവ എഡിസൺ ആരെന്നറിയാമോ? ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ. ആ തോമസ് ആൽവ എഡിസൺ വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റെയിൽവേ പോർട്ടറായിരുന്നു. അമ്മ അയൽവീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് ആ കിട്ടുന്ന കാശുകൊണ്ട് തോമസ് ആൽവ എഡിസനെ ഏറ്റവും നല്ല സ്കൂളിൽ ചേർത്തു. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. പക്ഷെ 8ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ഒരു കാലപകടത്തിൽ വെച്ച് മരിച്ചു. അതിനുശേഷം അമ്മ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു.
അമ്മയുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് അമ്മയെ സഹായിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി പേപ്പറും പാലും ഒക്കെ വയ്ക്കുകയും ഒരുപക്ഷെ അവർ റെയിൽവേ പോർട്ടോ മറ്റെന്തെങ്കിലുമായി പോകുന്നു. പക്ഷേ അമ്മ ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് അവരിലേക്ക് പോസിറ്റീവ് എനർജി പകർന്നു കൊടുത്തതാണ് അവരുടെ പ്രചോദനമായി പിന്നീട് അവൻ വലിയ ആളായി തീരാൻ കാരണമായി. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ ഉള്ള ശ്രമം നടത്തണം. ഈ അവാർഡ് നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു വലിയ ഓപ്പണിങ്ങിന് ഒരു സപ്പോർട്ട്. ഈ ടീം റെസ്ക്യൂ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ നിങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം വരുന്ന കാലം നമ്മൾ കാണുന്നതായിരിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം അടുത്ത ഒരു 15 അല്ലെങ്കിൽ 25 വർഷത്തിനും വളരെ വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ചെയർമാനോട് ഡയറക്ടറെ പഠിച്ചതാണ്. ഇപ്പം BSc കെമിസ്ട്രിക്ക് ഫിസിക്സ് അല്ലെ മറ്റ് ആർട്സ് സബ്ജക്റ്റിനൊന്നും ആളില്ല. അത് മൊത്തം AI-യിലേക്ക് പോയി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് പലരെയും സപ്പോർട്ട് ചെയ്ത് വേണം നമ്മളൊരു അഡ്മിഷൻ മേടിക്കാൻ. ഇന്ന് എനിക്ക് വന്ന 14 അധ്യാപകരുണ്ട്. 7 8 കോഴ്സിൽ 14 അധ്യാപകരുണ്ട്. വിദ്യാർത്ഥികളൊക്കെ കൂടുതലാണ് അധ്യാപകർ. 2 3 നിങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ പഠിച്ചതുണ്ടായിരുന്നു. ആ രീതിയിലേക്ക് പോയി. അതിന്റെ കാരണം എന്താണ്? ആധുനിക വിദ്യാഭ്യാസ നയം കഴിഞ്ഞ സർക്കാരുകൾക്കൊന്നും നടപ്പാക്കാൻ പറ്റിയില്ല. കൂടാതെ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻ്റാണ്. ലോകത്തിലെ എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ കിൻഡൽ ബുക്ക് നോക്കിയാൽ ഏത് നാടകങ്ങളും സാഹിത്യവും എല്ലാം നിങ്ങൾക്ക് നിരവധിയായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അത് വെറും ഞങ്ങൾ പഠിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു ഫോൺ കോൾ ചെയ്യണമെങ്കിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് മണിക്കൂർ. ഇന്ന് പെട്ടെന്ന് മാറ്റം വന്നു. ബാങ്കിങ് ആരും ബാങ്കിൽ പോകുന്ന സംവിധാനമില്ല. ഇപ്പം എല്ലാം ഒരു ഫോണിൽ ഒതുങ്ങി. 15 വർഷം മുതൽ ചെറിയ ഡിജിറ്റൽ ഫോണിൽ ഒതുങ്ങി. അതിൻ്റെ 10,000 ഇരട്ടി 10 ലക്ഷം ഇരട്ടി ആയിരിക്കും അടുത്ത ചേഞ്ചസ് വരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല. പ്രത്യേകിച്ചും ആൻഡ്രോയിഡിന് ഇതിന് പൂർണ്ണ പിന്തുണ. ടീം റെസ്ക്യൂ ഫോഴ്സ് ഈരാറ്റുപേട്ടയിലെ 3 രക്ഷാപ്രവർത്തക സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ടീം റെസ്ക്യൂ ഫോഴ്സ്. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ഇതുപോലെ ഈരാറ്റുപേട്ട പോലെ മറ്റൊരു പ്രദേശം ഉണ്ടാവില്ല. കേരളത്തിനകത്തും പുറത്തുമായി ഏതെല്ലാം പ്രതിസന്ധികൾ നമുക്കുണ്ടായാലും, അത് കാലാവസ്ഥ പരമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും അവിടെയെല്ലാം ആദ്യം ഓടിച്ചെല്ലുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശംസനീയമായ കാര്യം. ടീം റെസ്ക്യൂ ഫോഴ്സ് അടക്കം, ടീം നന്മക്കൂട്ടം അടക്കം, ടീം എമർജൻസി അടക്കമുള്ള റെസ്ക്യൂ ഫോഴ്സുകൾ ഈരാറ്റുപേട്ട നഗരസഭയുമായി ബന്ധപ്പെട്ട് ചെയർമാൻ എന്ന പദവിയിൽ എത്തിയതിനു ശേഷം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ എല്ലാം വലിയ സഹകരണം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട കേന്ദ്രമായിട്ടാണ് ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിലും ഇന്ന് ഈരാറ്റുപേട്ടയ്ക്ക് വെളിയിലേക്ക് എനിക്ക് തോന്നുന്ന ടീം റെസ്ക്യൂ ഫോഴ്സ് തൊടുപുഴയിൽ തൊടുപുഴയിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അതിന്റെ യൂണിറ്റ് ആരംഭിക്കുകയാണ്. അതിന്റെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ വലിയ മഹനീയമായിട്ടുള്ള ഒരു മാതൃകയാണ് മറ്റെങ്ങും കാണാൻ കഴിയാത്ത തരത്തിൽ ഈരാറ്റുപേട്ടയ്ക്കുള്ളത്. അത് രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ നന്മയായ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു കൂട്ടായ്മ ഇന്ന് ഉന്നതിയിലെത്താനുള്ള എല്ലാ അവസരങ്ങളുമുള്ള ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നന്നായി പഠിച്ച് നിങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ഫുൾ A+, A1, റാങ്കും ഒക്കെ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു വിദ്യാഭ്യാസ തിളക്കം പൊതുജനങ്ങളുടെ സമൂഹത്തിനുള്ള ഗുണകരമായി കൂടി നമുക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സംഘടനയെ ഈരാറ്റുപേട്ടയിലെ വ്യാപാര സമൂഹത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവാർഡ് ഏറ്റുവാങ്ങുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാ ആശംസ അറിയിച്ചുകൊണ്ട് റാങ്ക് കിട്ടുമായിരുന്നെങ്കിൽ, റാങ്ക് സംവിധാനം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലും റാങ്ക് കിട്ടിയാൽ അത്രത്തോളം പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് എൻ്റെ മുമ്പിലുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്.
ഡിഗ്രിക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ റാങ്ക് സുലഭമായി മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ലക്ഷ്യബോധത്തോടു കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ അവാർഡ്. സജീവമായി പ്രവർത്തിക്കുന്ന 3 റെസ്ക്യൂ സംഘടനകൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന വിവരം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ബുദ്ധിമുട്ടി പഠിച്ച് ഉന്നതങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു അവാർഡ് വിതരണം ചെയ്യുക എന്നത് ഈ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ആഗ്രഹവും അഭിലാഷവുമാണ്. ഈ പ്രാവശ്യം